വെൽക്കം ബാക്ക് ടു സിയ എഡ്യൂക്കേഷൻ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് ബ്ലഡ് ആൻഡ് ഫ്ലെബോട്ടമി എന്ന് പറയുന്ന ആ ഒരു പോർഷനിലെ മെത്തേഡ് ഓഫ് ബ്ലഡ് കളക്ഷനാണ്. നമ്മൾ ബ്ലഡിൽ നിന്ന് ഒത്തിരി വാരിയസ് ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ വെയിനിൽ നിന്നും ബ്ലഡ് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ കളക്ട് ചെയ്യുന്ന ബ്ലഡ് സാമ്പിൾസ് എല്ലാം ലബോറട്ടറിയിലോട്ട് സെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആരായിരിക്കും? ആ ലബോറട്ടറിയിൽ ഒരു ക്ലിനീഷ്യൻ ഉണ്ടായിരിക്കും. ആ ലാബിലത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്ന ഒരു ക്ലിനീഷ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? ഒരു ലബോറട്ടറി റിക്വസിഷൻ ഫോം എല്ലാം ഫില്ല് ചെയ്തിട്ട് ഈ ഓരോ സാമ്പിൾസും ലാബിലോട്ട് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബ്രീഫ് ക്ലിനിക്കൽ ഡീറ്റെയിൽസ്. അപ്പോൾ എന്തൊക്കെ ഉണ്ടായിരിക്കണം ഈ ഒരു ഫോമിൽ, ഈ ഒരു റിക്വസിഷൻ ഫോമിൽ? ബ്രീഫായിട്ടുള്ള ക്ലിനിക്കൽ ഡീറ്റെയിൽസും അതുപോലെ തന്നെ മറ്റ് അതർ റിലവൻ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും ഇതിൽ ഉണ്ടായിരിക്കണം. നമ്മൾ ഈ ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്യുന്നത് പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ഈ ഒരു പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിറ്റി ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് ഇറ്റ് കറസ്പോണ്ട് ടു ദ നെയിം ആൻഡ് അതർ ഡീറ്റെയിൽസ് മെൻഷൻഡ് ഓൺ ദ റിക്വസിഷൻ ഫോം. ആ റിക്വസിഷൻ ഫോമിൽ നമ്മൾ മെൻഷൻ ചെയ്തിട്ടുള്ള ആ ഒരു നെയിമും അതുപോലെ മറ്റു ഡീറ്റെയിൽസൊക്കെ ആളുടെ തന്നെയാണോ എന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ചെക്ക് ചെയ്തിരിക്കണം. ദ ബ്ലഡ് ക്യാൻ ബി വിത്ഡ്രോൺ ഫ്രം ദ വെയിൻ. എന്താ ചെയ്യുന്നത്? യൂഷ്വലി നമ്മുടെ ഫോറാമിലുള്ള വെയിനിൽ നിന്ന്, അതായത് ആൻറ്റിക്യൂബിറ്റൽ വെയിനിൽ നിന്നാണ് യൂഷ്വലി ഈ ഒരു ബ്ലഡ് വിത്ഡ്രോൺ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഫ്രം ദ ഫിംഗർ ഓർ ഹീലിൽ നിന്നോ അല്ലെങ്കിൽ ഫിംഗറിൽ നിന്നോ ആയിരിക്കും. ദെൻ വീനസ് ബ്ലഡാണ് മോസ്റ്റ് പ്രിഫേർഡ് ആയിട്ടുള്ള ഒരു സാമ്പിൾ എന്ന് പറയുന്നത്. ദെൻ അത് നമ്മൾ കളക്ട് ചെയ്യുന്നത് സിറിഞ്ച് ആൻഡ് നീഡിൽസ് വഴിയോ അല്ലെങ്കിൽ ഒരു വാക്വം ട്യൂബ് യൂസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു ബ്ലഡിൻ്റെ കളക്ഷൻ നടത്തുന്നത്. ദെൻ വീനസ്, ആർട്ടീരിയൽ ആൻഡ് കാപ്പിലറി ബ്ലഡ് സ്പെസിമെൻസ്. അപ്പോൾ അതിന് നമുക്ക് വീനസ് ബ്ലഡിനെ കുറിച്ച് നോക്കാം. വീനസ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ അതൊരു ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ്. അപ്പോൾ എന്താണ്? ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലഡാണ്. അത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ടിഷ്യൂവിലുള്ള ബ്ലഡ്, കാപ്പിലറി ബ്ലഡ് വെസൽസിൽ നിന്നും അത് ഫ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? അത് ദാറ്റ് ഈസ് ഇൻ ടു ദ പ്രോഗ്രസീവ്ലി ലാർജർ വെയിനിലോട്ട് എത്തുന്നു ആൻഡ് ടു ദ റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ട്. വീനസ് ബ്ലഡ് എന്ന് പറഞ്ഞാൽ ഈസ് ദ സ്പെസിമെൻ ഓഫ് ചോയ്സ് ഫോർ മോസ്റ്റ് റുട്ടീൻ ലബോറട്ടറി ടെസ്റ്റ്. മോസ്റ്റ് റുട്ടീനായിട്ടുള്ള പതിവായിട്ടുള്ള ഒരു ലബോറട്ടറി ടെസ്റ്റുകൾക്കൊക്കെ നമ്മൾ കളക്ട് ചെയ്യുന്നത് ഈ ഒരു വീനസ് ബ്ലഡ് ആയിരിക്കും. സോ അതാണ് അതിൻ്റെ ഒരു സ്പെസിമെനായിട്ട് വരുന്നത്. ഈ ബ്ലഡ് നമുക്ക് ഡയറക്റ്റ് പങ്ക്ചർ വഴി, അതായത് വെയിനിലോട്ടുള്ള ഒരു ഡയറക്റ്റ് പഞ്ച് വഴി നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യാവുന്നതാണ്. സെൻട്രൽ വീനസ് പ്രഷർ ലൈൻ, അതുപോലെ ഒരു IV സ്റ്റാർട്ട്, ഇതുപോലെയുള്ള വാസ്കുലർ ആക്സസ് ഡിവൈസ് ഉപയോഗിച്ചിട്ടും വീനസ് ബ്ലഡ് ചില സമയത്ത് കളക്ട് ചെയ്യാറുണ്ട്. ദെൻ മോസ്റ്റ് ലബോറട്ടറി റെഫറൻസ് റേഞ്ചസ് ഫോർ ബ്ലഡ് അനലൈറ്റ്സ് ആർ ബേസ്ഡ് ഓൺ വീനസ് ബ്ലഡ്. ആർട്ടീരിയൽ ബ്ലഡ്, ഇപ്പോൾ ഡീഓക്സിജനേറ്റഡ് ആയിട്ടുള്ള ബ്ലഡാണ് റൈറ്റ് സൈഡ് ഓഫ് ദ ഹാർട്ടിൽ ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഈ ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിലോട്ട് എത്തുന്നു. അവിടെ വെച്ചിട്ട് ഓക്സിജനെ അത് എടുക്കുകയും അങ്ങനെ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയതിനു ശേഷം അത് എന്ത് ചെയ്യുന്നു? ഹാർട്ടിൻ്റെ റൈറ്റ് സൈഡിൽ നിന്നും അത് ലെഫ്റ്റ് സൈഡിലോട്ടാണ് പമ്പ് ചെയ്യപ്പെടുന്നത് വയ ആർട്ടറീസ്. അപ്പോൾ ആർട്ടറീസ് വഴിയാണ് അത് ഹാർട്ടിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നത്. ദ മോസ്റ്റ് കോമൺ റീസൺ, അതായത് നമ്മൾ ആർട്ടീരിയൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നതിൻ്റെ ഒരു മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസസിൻ്റെ ഇവാലുവേഷന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു ഇവാലുവേഷൻ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. ആർട്ടീരിയൽ ബ്ലഡ് മേ ബി ഒബ്റ്റെയിൻഡ്. എങ്ങനെയൊക്കെ നമുക്കിത് ഒബ്റ്റെയിൻ ചെയ്യുന്നുണ്ട്? മേ ബി ഒബ്റ്റെയിൻഡ് ഡയറക്റ്റ്ലി ഫ്രം ആർട്ടീരിയൽ, മോസ്റ്റ് കോമൺലി ഇത് റേഡിയൽ ആർട്ടറിയിൽ നിന്നാണ് ഇത് മോസ്റ്റ് കോമൺലി അത് കളക്ട് ചെയ്യുന്നത്. ബൈ പേഴ്സണൽസ് ഹു ആർ ട്രെയിൻഡ് to perform this procedure and are knowledgeable about complications that could occur as a result of this procedure. അതായത് നമ്മൾ റേഡിയൽ ആർട്ടറി എന്ന് പറയുന്ന ആ ഒരു ആർട്ടറിയിൽ നിന്നാണ് ഈ ഒരു ആർട്ടറിയൽ ബ്ലഡ് കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് കളക്ട് ചെയ്യുന്ന പേഴ്സണൽ എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഒരു പ്രൊസീജിയർ പെർഫോം ചെയ്യുന്നതിന് നമ്മൾ ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാളായിരിക്കണം. അതുകൂടാതെ അദ്ദേഹത്തിന് പെർഫോം ചെയ്യുന്ന അദ്ദേഹത്തിന് ഈ ഒരു പ്രൊസീജിയറിൻ്റെ റിസൾട്ടായിട്ട് ഉണ്ടാകാവുന്ന കോംപ്ലിക്കേഷൻസിനെ കുറിച്ചിട്ടുള്ള നോളേജും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കണം.
Arterial blood may also be obtained from a vascular access device inserted in the artery, such as femoral arterial line or catheter. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ വീനസ് ബ്ലഡിൽ പറഞ്ഞ പോലെ തന്നെ ആർട്ടീരിയൽ ബ്ലഡിന് നമുക്ക് എന്താണ് വാസ്കുലർ ആക്സസ് ഡിവൈസ് വഴി നമുക്ക് എടുക്കാവുന്നതാണ്. അതെന്താ ചെയ്യുന്നത്? ദാറ്റ് ഈസ് ഇൻസേർട്ടഡ് ഇൻ ആർട്ടറിയിലോട്ട് എന്ത് ചെയ്യുന്നു? അത് ഇൻസേർട്ട് ചെയ്യുന്നു. അതായത് അവിടെ വരുന്ന ഈ ഒരു വാഡ് അല്ലെങ്കിൽ വാസ്കുലർ ആക്സസ് ഡിവൈസുകളാണ് ഫെമോറൽ ആർട്ടറിയൽ ലൈൻ അല്ലെങ്കിൽ കാത്തീറ്റർ. കാപ്പിലറി ബ്ലഡ്. ഇപ്പോൾ കാപ്പിലറി ബ്ലഡ് എടുക്കുന്നത് അല്ലെങ്കിൽ അത് ഒബ്റ്റെയിൻ ചെയ്യുന്നത് ഈ ഒരു സർക്കുലേറ്ററി സിസ്റ്റത്തിലുള്ള സ്മോളസ്റ്റ് ആയിട്ടുള്ള വെയിൻസ്, നമുക്ക് വെന്യൂസ് എന്ന് പറയാം, അതുപോലെ ആർട്ടറീസ്, അതിൽ നമുക്ക് ആർട്ടീരിയോൾസ് എന്ന് പറയാം. അപ്പോൾ അത്രയും സ്മോളസ്റ്റ് ആയിട്ടുള്ള വെയിൻസും അതുപോലെ തന്നെ ആർട്ടറീസും അടങ്ങിയിട്ടുള്ള ഈ ഒരു കാപ്പിലറി ബ്ലഡിൽ നിന്നാണ് ഈ ഒരു കാപ്പിലറി ബ്ലഡ് എടുക്കുന്നത്. അപ്പോൾ വെന്യൂസ് ആൻഡ് ആർട്ടീരിയോൾസ് ജോയിൻ ടുഗദർ ഇൻ കാപ്പിലറി ബ്ലഡ് ഫോമിങ് എ മിക്സ്ചർ ഓഫ് വീനസ് ആൻഡ് ആർട്ടീരിയൽ ബ്ലഡ്. ഈ വെന്യൂൾസും അതുപോലെ തന്നെ ആർട്ടീരിയോൾസും ഈ ഒരു കാപ്പിലറി ബ്ലഡിൽ എന്ത് ചെയ്യുന്നുണ്ട്? ജോയിൻ ടുഗദർ ആണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് സംഭവിക്കുന്നു? വീനസ് ആൻഡ് ആർട്ടീരിയൽ ബ്ലഡിൻ്റെ ഒരു മിക്സ്ചർ അവിടെ ഫോം ചെയ്യുന്നു. ഡെർമൽ പങ്ചർ വഴി എടുക്കുന്ന ഈ ഒരു സ്പെസിമെൻ എന്ന് പറയുന്നത് ആർട്ടീരിയൽ ആൻഡ് വീനസ് ബ്ലഡിൻ്റെ ഒരു മിക്സ്ചർ ആയിരിക്കും. അതുകൂടാതെ അതിൽ ഇൻ്റർസ്റ്റീഷ്യൽ ആൻഡ് ഇൻട്രാസെല്ലുലർ ഫ്ലൂയിഡ്സും അടങ്ങിയിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാപ്പിലറി ബ്ലഡ് ഈസ് ദ ഓഫൻ ദ സ്പെസിമെൻ ഓഫ് ചോയ്സ് ഫോർ ഇൻഫൻസ്, വെരി യങ് ചിൽഡ്രൻ, എൽഡർലി പേഷ്യൻസ് വിത്ത് ഫ്രജൈൽ വെയിൻ ആൻഡ് സെവിയർലി ബേൺഡ് പേഷ്യൻസ്. അപ്പോൾ നമ്മൾ ഈ കാപ്പിലറി ബ്ലഡ് എടുക്കുന്നത് ഇൻഫൻസ്, ഈ ചെറിയ കുട്ടികൾ, നവജാത ശിശുക്കൾ, അതുപോലെ വെരി യങ് ചിൽഡ്രൻസ്, പിന്നെ എൽഡർലി പേഷ്യൻസ്, ഈ ഫ്രജൈൽ വെയിൻസ് ഉള്ള എൽഡർലി പേഷ്യൻസിൽ നിന്നും, വയസ്സായിട്ടുള്ള ആൾക്കാരിൽ നിന്നും, മുതിർന്നവരിൽ നിന്നും, അതുപോലെ തന്നെ സിവിയർലി ഗുരുതരമായിട്ട് ബേൺഡ് ആയിട്ടുള്ള പേഷ്യൻസ്, അപ്പോൾ അവരിൽ നിന്നെല്ലാം എടുക്കുന്നത് ഈ ഒരു കാപ്പിലറി ബ്ലഡ് ആയിരിക്കും. പിന്നെ ഇത് കൂടാതെ ഈ ഒരു കാപ്പിലറി ബ്ലഡ് സ്പെസിമെൻ യൂസ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ഒരു ഒരു ടെസ്റ്റാണ് പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റ് എന്ന് പറയുന്നത്. സ്പെസിമെൻ ടൈപ്പ് വീനസ് ബ്ലഡ് ആണ്. അതിൻ്റെ മെത്തേഡ് ഓഫ് കളക്ഷൻ ഡയറക്റ്റ് പങ്ചർ ഓഫ് വെയിൻ ബൈ വേണി പങ്ചർ അല്ലെങ്കിൽ വാസ്കുലർ ആക്സസ് ഡിവൈസ്. അപ്പോൾ എന്തൊക്കെയാണ്? ഡയറക്റ്റ് പങ്ചറാണ്, വെയിനിലോട്ടുള്ള ഡയറക്റ്റ് പങ്ചറാണ്. ഒന്നില്ലെങ്കിൽ അത് വേണി പങ്ചർ വഴിയോ അല്ലെങ്കിൽ വാസ്കുലർ ആക്സസ് ഡിവൈസ് വഴിയോ ആണ്. ഇതിൻ്റെ കോമൺ യൂസ് റുട്ടീൻ ലബോറട്ടറി ടെസ്റ്റുകളൊക്കെ നമ്മൾ എടുക്കുന്നത് വീനസ് ബ്ലഡ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് സ്പെസിമെൻ ടൈപ്പ് എന്ന് പറയുന്നത് ആർട്ടീരിയൽ ബ്ലഡ് ആണ്. അതിൻ്റെ മെത്തേഡ് ഓഫ് കളക്ഷൻ ഡയറക്റ്റ് പങ്ചർ ഓഫ് ആർട്ടറി, അതേപോലെ വാസ്കുലർ ആക്സസ് ഡിവൈസ്. അപ്പോൾ ഇതിൻ്റെ കോമൺ യൂസ് ആർട്ടീരിയൽ ബ്ലഡ് ഗ്യാസ്, അതാണ് ഇതിൻ്റെ ഒരു കോമൺ യൂസ് എന്ന് പറയുന്നത്, അതിൻ്റെ ഇവാലുവേഷൻ. ദെൻ മൂന്നാമത്തെയാണ് കാപ്പിലറി ബ്ലഡ്. കാപ്പിലറി ബ്ലഡ് നമ്മൾ ചെയ്യുന്നത് ഫിംഗർ ടിപ്പിൽ അല്ലെങ്കിൽ ഹീലിൽ നടത്തുന്ന ഒരു ഡെർമൽ പഞ്ചർ വഴിയാണ്. ഇതിൻ്റെ കോമൺ യൂസ് ഇൻഫൻറ്റ് ആൻഡ് യങ് ചിൽഡ്രൻസ്, എൽഡർലി പേഷ്യൻസ് വിത്ത് ഫ്രജൈൽ വെയിൻ, സിവിയർലി ബേൺഡ് പേഷ്യൻസ്, പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിങ്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കോമൺ യൂസായിട്ട് പറയുന്നത്. കളക്ഷൻ ഓഫ് കാപ്പിലറി ബ്ലഡ്. അപ്പോൾ ഈ കാപ്പിലറി ബ്ലഡ് ലഭിക്കുന്നത് സ്കിന്നിൽ ഒരു പഞ്ചർ നടത്തിയിട്ടാണ്. അതായത് നീഡിലോ അല്ലെങ്കിൽ ലാൻസെറ്റോ ഉപയോഗിച്ചുകൊണ്ട് സ്കിന്നിൽ ഒരു സ്കിൻ പങ്ചർ ഉണ്ടാക്കിയിട്ടാണ് കാപ്പിലറി ബ്ലഡ് ലഭിക്കുന്നത്. ആൻഡ് സ്പെഷ്യലി യൂസ്ഡ് ഇൻ സ്മോൾ ചിൽഡ്രൻസ് ഓർ വെരി ഒബേസ് അഡൾട്ട് ഇൻ ഹൂം വെന്യൂ പങ്ചർ ഫെയിൽസ്. അതായത് ഇത് സ്പെഷ്യലി ഇത് യൂസ് ചെയ്യുന്നത് സ്മോൾ ചിൽഡ്രൻസിലും അതുപോലെ തന്നെ അമിതവണ്ണമുള്ള അഡൾട്ടുകളിൽ, ആരിലൊക്കെയാണോ ഈ ഒരു വെന്യൂ പങ്ചർ ഫെയിൽ ആയിട്ടുള്ളത് അവരിലൊക്കെയാണ് ഈ ഒരു കാപ്പിലറി ബ്ലഡിൻ്റെ കളക്ഷൻ നടത്തുന്നത്. സാമ്പിൾസ് ക്യാൻ ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പെരിഫറൽ ബ്ലഡ് ഫിലിംസ്. അപ്പോൾ നമ്മളിതിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഈ ഒരു കാപ്പിലറി സാമ്പിൾസ് എന്ന് പറയുന്നത് അതെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്? പെരിഫറൽ ബ്ലഡ് ഫിലിംസ് ഉണ്ടാക്കുന്നതിലും, പെർഫോമിംഗ് ഹെമറ്റോക്രൈറ്റ് അല്ലെങ്കിൽ പെർഫോമിംഗ് HB അല്ലെങ്കിൽ ഹെമറ്റോക്രൈറ്റ് ആൻഡ് പോയിൻ്റ് ഓഫ് കെയർ ടെസ്റ്റിംഗ്. അപ്പോൾ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു സാമ്പിൾസ് യൂസ് ചെയ്യുന്നത്.
അഡൾട്ടിലാണെങ്കിൽ ഈ ഒരു ബ്ലഡ് കളക്ട് ചെയ്യുന്നത് അവരുടെ 3ാമത്തെ അല്ലെങ്കിൽ 4ാമത്തെ ഫിംഗറിൻ്റെ ലാറ്ററൽ സൈഡ് ഓഫ് ദ ടിപ്പിൽ നിന്നാണ് ഇത് കളക്ട് ചെയ്യുന്നത്. പക്ഷേ ചെറിയ ഇൻഫൻസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു സാമ്പിൾ കളക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഒബ്റ്റെയിൻ ചെയ്യുന്നത് അവരുടെ ഈ ഒരു ഹീലിൻ്റെ പ്ലാന്റർ സർഫേസിൽ ഒരു ഡീപ്പ് പഞ്ചർ നടത്തുന്നത് വഴിയാണ് അവരിൽ നിന്നും ഈ ഒരു സാമ്പിൾ ലഭ്യമാകുന്നത്. ഇതിൻ്റെ ഒരു പ്രൊസീജിയർ നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ ആ ഒരു ഏരിയ 70% ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം ആൻഡ് അലോ ഇറ്റ് ടു ഡ്രൈ സ്പോണ്ടേനിയസ്ലി. അതിനുശേഷം പങ്ക്ചർ ദ സ്കിൻ ടു എ ഡെപ്ത് ഓഫ് 2 to 3 mm വിത്ത് എ സ്റ്റെറൈൽ ഡിസ്പോസിബിൾ ലാൻസെറ്റ് ഓർ നീഡിൽ. ഇപ്പോൾ സ്റ്റെറൈൽ ആയിട്ടുള്ള ഡിസ്പോസിബിൾ ലാൻസെറ്റ് അല്ലെങ്കിൽ നീഡിൽ ഉപയോഗിച്ചുകൊണ്ട് സ്കിന്നിൽ ഒരു 2 മുതൽ 3 വരെ 2 to 3 mm ഡെപ്തിൽ ഒരു പങ്ക്ചർ ഉണ്ടാക്കണം. അതിനുശേഷം വൈപ്പ് ദ ഫസ്റ്റ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ്. എന്ത് ചെയ്യണം? ആദ്യത്തെ ആ ഒരു ഡ്രോപ്പ് ഓഫ് ബ്ലഡ് നമ്മൾ വൈപ്പ് ചെയ്ത് കളയുക ആൻഡ് സ്ക്യൂസ് ജെൻറ്റ്ലി ടു അലോ ഫ്രീ ഫ്ലോ ഓഫ് ബ്ലഡ് ആൻഡ് കളക്ട് ദ സാമ്പിൾ. അങ്ങനെ സാമ്പിൾ കളക്ട് ചെയ്യാം. ഇൻ ആൻ അഡ്യൂക്കേറ്റ് പങ്ക്ചർ ലാർജ് ഡ്രോപ്സ് ഓഫ് ബ്ലഡ് ഷുഡ് എക്സ്ക്യൂട്ട് spontaneously. Do not squeeze firmly as this gives unreliable result. ഒരു അഡിക്വേറ്റ് ആയിട്ടുള്ള പഞ്ചറാണ് എന്നുണ്ടെങ്കിൽ അവിടെ ലാർജ് ഡ്രോപ്പ് ഓഫ് ബ്ലഡ് അത് തന്നെ അതായത് സ്വയം വരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പഞ്ചർ നടത്തിയ സ്ഥലത്ത് നമ്മൾ അത്ര ശക്തമായിട്ടൊന്നും നമ്മളത് സ്ക്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അൺറിലയബിൾ ആയിട്ടുള്ള റിസൾട്ടുകളാണ് കിട്ടുന്നത്. ദെൻ കളക്ഷൻ ഓഫ് വീനസ് ബ്ലഡിൻ്റെ കളക്ഷൻ. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, എന്താ പറയുന്നത്, ഫോറാമിൻ്റെ ആൻറ്റി ക്യൂബിറ്റൽ വെയിനിൽ നിന്ന് അല്ലെങ്കിൽ അതർ വെയിൻ വിച്ച് ഈസ് വെൽ ഡിഫൈൻഡ് ഓൺ ഫോറാമിൽ കുറച്ചുകൂടി വ്യക്തമായി കാണാവുന്ന മറ്റ് വെയിൻസിൽ നിന്നൊക്കെയാണ് ഈ ബ്ലഡ് യൂഷ്വലി കളക്ട് ചെയ്യുന്നത്. ദ വെയിൻ സെലക്റ്റഡ് ഷുഡ് ബി, നമ്മളവിടെ സെലക്ട് ചെയ്യുന്ന ഈ ഒരു വെയിൻ എന്ന് പറയുന്നത് അത് ലാർജ് ആയിരിക്കണം, റെഡ്ലി ആക്സസിബിൾ ആയിരിക്കണം, നമുക്ക് പെട്ടെന്ന് തന്നെ ആക്സസിബിൾ ആയിട്ടുള്ള ഒന്നായിരിക്കണം, ആൻഡ് സഫിഷ്യൻ്റ്ലി ക്ലോസ് ടു ദ സർഫസ്, ആ സർഫസിനോട് സഫിഷ്യൻ്റ്ലി ക്ലോസ് ആയിട്ടുള്ള ഒന്നായിരിക്കണം, ടു ബി സീൻ ആൻഡ് പാൽപ്പേറ്റ്. പ്രിപ്പറേഷൻ ഓഫ് വെനി പങ്ക്ചർ സൈറ്റ്. ഇനി വെനി പങ്ക്ചർ സൈറ്റിൻ്റെ പ്രിപ്പറേഷൻ. ആദ്യം നമ്മൾ ആ ഒരു സർഫസ് അല്ലെങ്കിൽ ആ ഒരു സ്കിന്നിൻ്റെ ഏരിയ നമ്മൾ 70% ഐസോപ്രോപ്പൈൽ ആൽക്കഹോൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യണം. എങ്ങനെയാണത് ക്ലീൻ ചെയ്യേണ്ടത്? ഒരു സർക്കുലർ ഫാഷൻ ബിഗിനിങ് അറ്റ് ദ സൈറ്റ് ആൻഡ് മൂവിങ് ഔട്ട്വേർഡ്. ആ ഒരു സൈറ്റിൽ നിന്ന് നമ്മൾ എവിടെയാണോ ഇഞ്ചെക്റ്റ് ചെയ്യാൻ വിചാരിച്ചിട്ടുള്ളത് ആ ഒരു സൈറ്റിൽ നിന്ന് ആ ഒരു സർക്കുലറായിട്ട് വേണം നമ്മളവിടെ ക്ലീൻ ചെയ്യാനായിട്ട്. അതിനുശേഷം അത് ഡ്രൈ ആവാനായിട്ട് അനുവദിക്കുക. ഈ നമ്മൾ വെനിപഞ്ചർ സൈറ്റ് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മളതിൽ ഒരിക്കലും തൊടാനായിട്ട് പാടില്ല. അപ്ലൈ ടോണിക്യൂറ്റ് 3 to 4 inches എബവ് ദ വെനിപഞ്ചർ സൈറ്റ്. ഈ വെനിപഞ്ചർ സൈറ്റിന് മുകളിലായിട്ട് ഒരു 3 to 4 inches മുകളിലായിട്ട് അവിടെ ഒരു ടൂണിക്കിറ്റ് വെക്കണം എന്നാണ് പറയുന്നത്. അതിനുശേഷം ഈ ഒരു പേഷ്യൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എന്ത് പറയണം? ടൂർണിക്കിറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കൈയിൻ്റെ മുകളിൽ ഇങ്ങനെ കുറച്ച് ക്ലോസ് ആയിട്ട് കെട്ടാറില്ലേ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിനുശേഷം ഈ ഒരു പേഷ്യൻറ്റിനോട് നമ്മൾ എന്താ ആവശ്യപ്പെടണം? കുറച്ച് സമയം ഒന്ന് ഫിസ്റ്റ് ചെയ്യാനായിട്ട് പറയണം. ഫ്യൂ ടൈംസ് ഫിസ്റ്റ് ചെയ്യാനായിട്ട് പറയണം. അതായത് കൈയൊന്ന് മുഷ്ടി ചുരുട്ടി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്കൊന്ന് കൈ ഇങ്ങനെ ചുരുട്ടുക നിവർത്തുക അങ്ങനെ ചെയ്യാനായിട്ട് പറയണം. അതിനുശേഷം വെയിൻസ് suitable for puncture will then become more apparent. അപ്പം അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പഞ്ചർ ചെയ്യേണ്ട ആ ഒരു വെയിൻ നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് കാണാനായിട്ട് പറ്റുന്നതാണ്. നെക്സ്റ്റ് പറയുന്ന പോയിൻ്റ് ഇത്രയേ ഉള്ളൂ. നമ്മൾ കൈ താഴോട്ട് തൂങ്ങിയിടുകയോ അല്ലെങ്കിൽ ആ ഒരു പഞ്ചർ ഏരിയയിലായിട്ട് ആ ഒരു സൈറ്റിലായിട്ട് ജെൻ്റ്ലി പതുക്കെ ഒന്ന് സ്ലാപ്പ് ചെയ്യുന്നത് വഴിയോ അടിക്കുന്നത് വഴിയോ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ വെയിനിലോട്ട് കുറച്ചും കൂടി ഈസിയറായിട്ട് എൻ്റർ ചെയ്യാനായിട്ട് ഈ ഒരു എക്യുപ്മെൻറ്റിന് പറ്റുന്നതാണ്. ഈ ഒരു സിറിഞ്ചിനാണെങ്കിലും അതിന് പറ്റുന്നതാണ്. ദെൻ കളക്ഷൻ ഓഫ് വീനസ് ബ്ലഡ് യൂസിങ് സിറിഞ്ച്. ഇനി സിറിഞ്ച് യൂസ് ചെയ്തിട്ടുള്ള കളക്ഷനാണ് പറയുന്നത്, ബ്ലഡിൻ്റെ കളക്ഷൻ. നമ്മൾ
കൈകൾ നന്നായിട്ട് സോപ്പും വെള്ളവും ഉപയോഗിച്ചിട്ട് നന്നായിട്ട് വാഷ് ചെയ്യണം. അതിനുശേഷം റൈറ്റ് ദ നെയിം ആൻഡ് ഹോസ്പിറ്റൽ നമ്പർ ഓഫ് ദ പേഷ്യൻറ്റ് ഓൺ ദ ട്യൂബ് ഇൻ വിച്ച് ബ്ലഡ് ഈസ് ടു ബി കളക്റ്റഡ്. നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യാനായിട്ട് വെച്ചിട്ടുള്ള ആ ഒരു ട്യൂബിൻ്റെ മുകളിലായിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ പേരും അതുപോലെ തന്നെ ഹോസ്പിറ്റലിൻ്റെ നമ്പറും അതിൽ അടയാളപ്പെടുത്തണം. എ പ്രിൻറ്റഡ് ലാബൽ വിത്ത് ദീസ് പർട്ടിക്കുലേഴ്സ് ക്യാൻ ഓൾസോ ബി യൂസ്ഡ് ഫോർ പേഷ്യൻറ്റ് ഐഡൻറ്റിഫിക്കേഷൻ. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഒന്നില്ലെങ്കിൽ നമുക്ക് പ്രിൻറ്റഡ് ആയിട്ടുള്ള ലാബിൾസ്, ഇത്തരം ഐഡൻറ്റിഫിക്കേഷൻ മാർക്കൊക്കെ നമ്മൾ അതിൽ എഴുതിയിട്ടുള്ള ആ ഒരു പ്രിൻറ്റഡ് ലാബിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. എന്തിനു വേണ്ടിയിട്ട്? ഈ പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷന് വേണ്ടിയിട്ട്. ഒത്തിരി കളക്ഷൻസ് സാമ്പിൾസൊക്കെ ഉണ്ടാവുന്നത് കൊണ്ട് തന്നെ ആരുടെ ബ്ലഡാണെന്ന് നമുക്ക് കറക്റ്റായിട്ട് അറിയാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പ്ലേസ് ദ നീഡിൽ ഇൻ ടു ദ സിറിഞ്ച്. എന്ത് ചെയ്യണം? നീഡിൽ സിറിഞ്ചിൽ പ്ലേസ് ചെയ്ത് വെക്കണം. കീപ് ദ ക്യാപ്പ് ഓവർ ദ നീഡിൽ ക്യാപ്ഡ് ടിൽ ഇറ്റ് ഈസ് യൂസ്ഡ്. അതായത് ആ ഒരു സിറിഞ്ച് യൂസ് ചെയ്യുന്നത് വരെയും ഈ ഒരു ക്യാപ്പ് ഇതിൻ്റെ മുകളിൽ ഉണ്ടായിരിക്കണം, നീഡിലിൻ്റെ മുകളിലായിട്ട് ഉണ്ടായിരിക്കണം. ആൻഡ് ചെക്ക് ദ സിറിഞ്ച് വർക്ക് സ്മൂത്തായിട്ട് അത് വർക്ക് ചെയ്യുന്നുണ്ടോ, ഈ ഒരു സിറിഞ്ച് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. വിത്ത് ദ നീഡിൽ ലെവൽ അപ്പ് ആൻഡ് പാരലൽ ടു ദ സർഫസ് ഓഫ് ദ സ്കിൻ ഇൻസേർട്ട് ഇറ്റ് ഇൻ ടു ദ വെയിൻ. ഈ ഒരു സിറിഞ്ച് നമ്മൾ പതുക്കെ ഉയർത്തിയിട്ട് നമ്മുടെ സ്കിന്നിൻ്റെ സർഫസിന് പാരലായിട്ട് ഇത് നമ്മുടെ വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഈ നമ്മൾ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ആ പഞ്ചർ ചെയ്യുന്ന അല്ലെങ്കിൽ ആ നീഡിലിൻ്റെ ആ ഒരു സെൻറ്ററിലായിട്ട് അവിടെ ബ്ലഡ് കാണാനായിട്ട് പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം ആ നീഡിൽ സക്സസ്ഫുള്ളി എൻ്റർ ദ വെയിനിലോട്ട് അത് സക്സസ്ഫുള്ളി അത് എൻ്റർ ആയിട്ടുണ്ട് എന്നാണ് അർത്ഥം. റിലീസ് ദ ടോണിക്വിറ്റ് ആസ് സൂൺ ആസ് ബ്ലഡ് എൻറ്റേഴ്സ് ദ സിറിഞ്ചിലോട്ട് ബ്ലഡ് എൻ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ എന്ത് ചെയ്യണം? ഈ ഒരു ടൂർണിക്വിറ്റ് റിലീസ് ചെയ്ത് കൊടുക്കണം. ഫ്രോത്തിങ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പിസ്റ്റൺ നമ്മൾ സ്ലോലി നമ്മൾ വിഡ്രോ ചെയ്യേണ്ടതാണ്. അതിനുശേഷം നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരു റെക്വിസൈറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് കിട്ടിയതിന് ശേഷം നമ്മൾ ഈ വേണി പഞ്ചർ നടത്തിയിട്ടുള്ള അല്ലെങ്കിൽ ആ സൂചി എൻ്റർ ചെയ്തിട്ടുള്ള ആ സ്കിന്നിൻ്റെ ഭാഗത്തായിട്ട് ഒരു സ്റ്റെറിലൈസ് ചെയ്തിട്ടുള്ള ഗോസ് പാഡ് വെക്കുക. ഗോസ് പാഡ് വെച്ചതിന് ശേഷം ഈ നീഡിൽ സൈമൾട്ടേനിയസ്ലി വിഡ്രോ ചെയ്ത് എടുക്കുക. ചെറിയ പ്രഷർ ഈ ഒരു സൈറ്റിൽ കൊടുത്തിട്ട് ഈ നീഡിൽ സൈമൾട്ടേനിയസ്ലി പുറത്തോട്ട് എടുക്കുക. അതിനുശേഷം ഈ ബ്ലഡ് ഒരു സ്പെസിഫൈഡ് ആയിട്ടുള്ള റിസീവറിൽ ഡെലിവർ ചെയ്ത് കൊടുത്തതിന് ശേഷം ലീക്കേജ് പ്രിവെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ക്യാപ്പ് കൊണ്ട് ആ ഒരു റിസീവർ നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ വേണി പഞ്ചർ നടത്തിയിട്ടുള്ള ഈ ഒരു സൈറ്റിൽ നമ്മൾ ഈ ഗോസ് പാഡ് വെച്ചിട്ട് അവിടെ ഒരു ചെറിയൊരു പ്രഷർ, ലൈറ്റായിട്ടുള്ള പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ചാൽ അവിടെയുള്ള ബ്ലീഡിങ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ. അതിനുശേഷം ആ പഞ്ചർ സൈറ്റ് നമ്മളൊരു സ്മോൾ അധേസീവ് ഡ്രസ്സിങ് ചെയ്തിട്ട് കവർ ചെയ്ത് കൊടുക്കുക. ഡിസ്ട്രോയ് ദ നീഡിൽ ഇൻ എ സ്പെഷ്യൽ ഡിവൈസ്. അതായത് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ഈ ഒരു നീഡിൽ ഡിസ്ട്രോയറിലോട്ട് എന്ത് ചെയ്യാം? ഡിസ്ട്രോയ് ചെയ്യുക ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ യൂസ് ചെയ്തതിന് ശേഷം തന്നെ. ഡു നോട്ട് ബ്രേക്ക്, ബെൻഡ് ഓർ റീക്യാപ്പ് നീഡിൽസ് ആഫ്റ്റർ യൂസ്. നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ഈ നീഡിലിനെ റീക്യാപ്പ് ചെയ്യാനോ ബെൻഡ് ചെയ്യാനോ ബ്രേക്ക് ചെയ്യാനോ പാടില്ല. പ്ലേസ് ദ യൂസ്ഡ് സ്വാബ്, നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള ആ സ്വാബ്, സിറിഞ്ച് ആൻഡ് എനി അതർ കണ്ടാമിനേറ്റഡ് മെറ്റീരിയൽ ഇൻ എ പങ്ക്ചർ റെസിസ്റ്റൻറ്റ് കണ്ടെയ്നർ ഫോർ അഡീക്വേറ്റ് ഡിസ്പോസൽ. നമ്മൾ എന്ത് സാധനം യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഒരു അഡീക്വേറ്റ് ആയിട്ടുള്ള ഡിസ്പോസൽ അവിടെ നടത്തേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളവിടെ യൂസ് ചെയ്തിട്ടുള്ള സ്വാബ്, സിറിഞ്ച്, മറ്റ് കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഇതെല്ലാം ഒരു പഞ്ചർ റെസിസ്റ്റൻറ്റ് കണ്ടെയ്നറിലോട്ട് ഇടുക. കളക്ഷൻ ഓഫ് വീനസ് ബ്ലഡ് യൂസിങ് വാക്വം ട്യൂബ്. വാക്വം കണ്ടെയ്നർ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഡബിൾ പോയിൻറ്റഡ് ആയിട്ടുള്ള നീഡിൽ ഉണ്ടായിരിക്കും. അതുകൂടാതെ ഒരു പ്ലാസ്റ്റിക് ഹോൾഡർ അല്ലെങ്കിൽ ഒരു അഡാപ്റ്റർ ഉണ്ടായിരിക്കും. ദെൻ സെവറലായിട്ട് അത് പലതരത്തിലുള്ള വാക്വം ട്യൂബ്സ് ഉണ്ടായിരിക്കും വിത്ത് റബ്ബർ സ്റ്റോപ്പേഴ്സ് ഉള്ള പലതരത്തിലുള്ള വാക്വം ട്യൂബേഴ്സ് ഉണ്ട്. അത് പല കളറിലും ഉണ്ടായിരിക്കും. അപ്പോൾ ആ കളറ് ഏത് സാമ്പിളിനെയാണോ നമ്മൾ കളക്ട് ചെയ്യുന്നത് അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആ ഒരു കളറ് ഇരിക്കുന്നത്. ദ കളർ ഓഫ് വാക്വം ട്യൂബ് ഇൻഡിക്കേറ്റ് ദ ആൻറ്റി കൊയാഗുലൻറ്റ് വിച്ച് ഇറ്റ് കണ്ടെയ്ൻ. അതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റി കൊയാഗുലൻറ്റിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന തരത്തിലാണ് അതിൻ്റെ കളർ ഇരിക്കുന്നത്. ബ്ലഡ് എന്താ ചെയ്യുന്നത്? വെയിനിൽ നിന്നും ഡയറക്റ്റ്ലി അത് വാക്വം ട്യൂബിലോട്ട് കളക്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പ്രൊസീജിയർ നോക്കാം.
ആദ്യം തന്നെ ചെയ്യേണ്ടത് ഓരോ വാക്വം ട്യൂബിലും ആ ഒരു പേഷ്യൻറ്റിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ ഡീറ്റെയിൽസ് എഴുതിയിരിക്കണം അല്ലെങ്കിൽ പ്ലേസ് ചെയ്തിരിക്കണം. അതുകൂടാതെ അത് ടാലി ആവുന്നുണ്ടോ, ആ ഒരു ഫോമുമായിട്ട് ടാലി ആവുന്നുണ്ടോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യണം. എന്താണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്? ഏത് വെയിനാണ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിനുശേഷം ആ ഒരു ഏരിയ അത്യാവശ്യം നന്നായി തന്നെ ക്ലീൻ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് എവിടെയാണോ ഈ ഒരു വേണി പഞ്ചർ ചെയ്യേണ്ടത് ആ ഒരു സൈറ്റിന് ഒരു 3 to 4 ഇഞ്ച് മുകളിലായിട്ട് ടോണിക്വറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. നമ്മൾ എപ്പോഴും ക്ലീൻ ചെയ്തതിന് ശേഷം ഒരിക്കലും നമ്മൾ ഈ വേണി പഞ്ചർ സൈറ്റ് നമ്മൾ തൊടാനായിട്ട് പാടില്ല. അതിനുശേഷം ഈ ഒരു വാക്വം ട്യൂബ് ഒരു റീയൂസബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക് ഹോൾഡറിൽ പ്ലേസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിലോട്ട് ഡിസ്പോസിബിൾ നീഡിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ ഒരു ട്യൂബ് എന്ത് ചെയ്യണം, ഹോൾഡറിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. ഏതുവരെയാണ് നമുക്കൊരു ഗൈഡ് ലൈൻ, മാർക്കഡ് ഗൈഡ് ലൈൻ ഉണ്ടായിരിക്കും, അതുവരെ വരുന്ന ആ ഒരു ലെവലിൽ വരുന്ന രീതിക്ക് ഈ ഒരു ട്യൂബ് ഹോൾഡറിലോട്ട് പ്ലേസ് ചെയ്ത് അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പേഷ്യൻറ്റിൻ്റെ ആം ഡൗൺവേർഡ് പൊസിഷനിൽ വെക്കുക. എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ചാൽ നമുക്ക് ടു റിഡ്യൂസ് ദ റിസ്ക് ഓഫ് ബാക്ക് ഫ്ലോ ഓഫ് എനി ആൻറ്റികോയാഗുലൻ്റ് ഇൻ ടു ദ പേഷ്യൻസ് സർക്കുലേഷൻ. പേഷ്യൻ്റെ ഈ സർക്കുലേഷനിലോട്ട് ഈ ആൻറ്റികോയാഗുലൻറ്റിൻ്റെ ബാക്ക് ഫ്ലോ ആ ഒരു റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പൊസിഷനിൽ ആളുടെ കൈ വെക്കുന്നത്. അതിനുശേഷം നമ്മൾ ഈ നീഡിൽ അദ്ദേഹത്തിൻ്റെ വെയിനിലോട്ട് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുന്നു. പുഷ് ദ ട്യൂബ് ഇൻ ടു ദ നീഡിൽ പഞ്ചറിങ് ദ സ്റ്റോപ്പർ ഓർ വാക്വം സീൽ. റിമൂവ് ദ ടോണിക്വറ്റ് ആസ് സൂൺ ആസ് ദ ബ്ലഡ് അപ്പിയേഴ്സ് ഇൻ ദ ട്യൂബ്. ട്യൂബിൽ ബ്ലഡ് വന്നതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടോണിക്വറ്റ് റിമൂവ് ചെയ്ത് കൊടുക്കണം. ഡു നോട്ട് അലോ ദ കണ്ടൻസ് ഓഫ് ദ ട്യൂബ് ടു കം ഇൻ ടു കോണ്ടാക്ട് വിത്ത് ദ സ്റ്റോപ്പർ ഡ്യൂറിങ് ദ പ്രൊസീജിയർ. ഈ ഒരു പ്രൊസീജിയർ നടക്കുന്ന സമയത്ത് ഈ ഒരു സ്റ്റോപ്പറുമായിട്ട് ഈ ഉള്ള ട്യൂബിലെ കണ്ടൻറ്റ് കോണ്ടാക്ട് ചെയ്യാനുള്ള ആ ഒരു ചാൻസ് നമ്മൾ അനുവദിച്ച് കൊടുക്കാൻ പാടില്ല. If more than one sample is required, successive tubes may be fitted into the holder after removing the previous tube and blood collected. അതായത് നമുക്ക് ഒന്നിലധികം സാമ്പിൾസ് ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സക്സസീവായിട്ടുള്ള ട്യൂബുകൾ നമ്മൾ ഒരെണ്ണത്തിൽ ബ്ലഡ് കളക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് റിമൂവ് ചെയ്തിട്ട് അപ്പം തന്നെ ആ ഹോൾഡറിൽ അടുത്തത് എന്ത് ചെയ്യണം, ഫിറ്റ് ചെയ്തിട്ട് നമുക്ക് കളക്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. ദ നീഡിൽ റിമെയിൻസ് ദ വെയിൻ. ആ നീഡിൽ അപ്പോഴും ആ വെയിനിൽ തന്നെയായിരിക്കും ഇരിക്കുന്നുണ്ടായിരിക്കാം. വൈൽ ഈച്ച് സക്സസീവ് ട്യൂബ് ഈസ് ഫില്ലിംഗ് ദ പ്രീവിയസ് ട്യൂബ് മേ ബി ഇൻവേർട്ടഡ് ജെൻ്റ്ലി ടു മിക്സ് ദ സാമ്പിൾ വെൽ. നമ്മൾ ഓരോ സക്സസീവായിട്ടുള്ള ഓരോ ട്യൂബും ഫില്ല് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് തന്നെ നമ്മൾ പ്രീവിയസ് ട്യൂബ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അതൊന്ന് ഒരെണ്ണം എടുത്ത് മാറ്റിയിട്ടുള്ളതുണ്ടെങ്കിൽ അത് നമ്മൾ ഇൻവേർട്ടഡ്, അതായത് നമ്മൾ അതിനൊന്ന് തിരിച്ച് പിടിക്കേണ്ടതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു ജെൻ്റ്ലി മിക്സ് ചെയ്യാനായിട്ട്. ഈ ഒരു സാമ്പിളിനെ മിക്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മളത് ഇൻവേർട്ടഡായിട്ട് പിടിക്കുന്നത്. ഡു നോട്ട് ഷേക്ക്. നമ്മൾ ഒരിക്കലും അതിനെ ഷെയ്ക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. ഷേക്ക് വിഗറസ്ലി ആസ് ദിസ് മേ ലീഡ് ടു ഹീമോലൈസിസ് ഓഫ് ബ്ലഡ് സാമ്പിൾ. അപ്പോൾ അങ്ങനെ നമ്മൾ അതിനെ ഷെയ്ക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഈ ഒരു ബ്ലഡ് സാമ്പിളിൻ്റെ ഹീമോലൈസിസിന് കാരണമാകുന്നു. ബ്ലഡ് കളക്ഷൻ്റെ കംപ്ലീഷന് ശേഷം നമ്മൾ ഹോൾഡറിൽ നിന്ന് അത് റിമൂവ് ചെയ്യുക. അതിന് ശേഷം കവർ ദ സൈറ്റ്, നമ്മുടെ ഒരു പഞ്ചർ സൈറ്റ് നമ്മൾ സ്റ്റെറൈലായിട്ടുള്ള സ്വാബ് വെച്ചിട്ട് ചെറിയൊരു പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ബ്ലീഡിങ് സ്റ്റോപ്പ് ചെയ്യുന്നത് വരെ നമ്മൾ അങ്ങനെ അപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുക. ആൻഡ് ഡിസ്ട്രോയ് ദ നീഡിൽ. അതിന് ശേഷം നമ്മൾ ഡിസ്ട്രോയറിൽ വെച്ചിട്ട് ഇതിനെ റീക്യാപ്പ് ചെയ്യാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡിസ്ട്രോയറിലിട്ടിട്ട് ഈ നീഡിലിനെ ഡിസ്ട്രോയ് ചെയ്യേണ്ടതാണ്. ടൈപ്സ് ഓഫ് വാക്വം ട്യൂബ്, കളർ കോഡ്സ് ഫോർ വയൽസ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഈ ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ വാക്വം ട്യൂബ് എന്ന് പറയുമ്പോൾ വിത്ത് ഡിഫറെൻറ്റ് കളർ ക്യാപ്സ് ആർ അവൈലബിൾ. അതായത് ഈ വാക്വം ട്യൂബിന് ഡിഫറെൻ്റ് ആയിട്ടുള്ള കളർ ക്യാപ്സ് ആണ് ഉണ്ടായിരിക്കുക, അത് അവൈലബിൾ ആണ്. ഈച്ച് കണ്ടെയ്ൻ ഡിഫറെൻറ്റ് ആൻറ്റികോയാഗുലൻറ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, അതിൽ അടങ്ങിയിട്ടുള്ള ആൻറ്റികോയാഗുലൻറ്റിനനുസരിച്ചിട്ടാണ് ആ ഒരു കളറ് ഇരിക്കുന്നത്. ആൻഡ് ഈസ് യൂസ്ഡ് ഫോർ വാരിയസ് ഹെമറ്റോളജിക്കൽ ടെസ്റ്റ്. അപ്പോൾ നമുക്കൊരു കളർ ക്യാപ്പ് നോക്കി നോക്കാം. ഒരു ആൻറ്റികോയാഗുലൻ്റാണ് EDTA എന്ന് പറയുന്നത്. അതിൻ്റെ ഈ ക്യാപ്പിൻ്റെ കളറ് പർപ്പിളായിരിക്കും. ഇത് നമ്മൾ യൂസ് ചെയ്യുന്നത് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഈ ഒരു ടെസ്റ്റിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വാക്വം ട്യൂബ് യൂസ് ചെയ്യുന്നത്.
ക്യാപ്പിൻ്റെ കളർ റെഡ് ആണെന്നുണ്ടെങ്കിൽ അവ നമ്മൾ യൂസ് ചെയ്യുന്നത്, അത്തരത്തിലുള്ള ആൻറ്റി കൊയാഗുലൻ്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് സെറത്തിൻ്റെ ടെസ്റ്റിന് വേണ്ടിയിട്ടാണ്. ഇനി ബ്ലൂ ആണ് ക്യാപ്പിൻ്റെ കളർ എന്നുണ്ടെങ്കിൽ അവർ വരുന്ന ആൻറ്റി കൊയാഗുലൻ്റ് സോഡിയം സിട്രേറ്റ് ആണ്. അത് നമ്മൾ യൂസ് ചെയ്യുന്നത് കൊയാഗുലേഷൻ ടെസ്റ്റുകൾക്ക് വേണ്ടിയിട്ടാണ്. അതുപോലെ ഫ്ലൂറൈഡ് എന്ന് പറയുന്ന ആൻറ്റി കൊയാഗുലൻറ്റിൻ്റെ ക്യാപ്പിൻ്റെ കളർ ഗ്രേ ആയിരിക്കും. അത് നമ്മൾ ബ്ലഡ് ഷുഗർ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇവിടെ ഒരു ടേബിൾ തരുന്നുണ്ട്. ഈ ഒരു ടേബിളിൽ ഉള്ളത് റെക്കമെൻഡഡ് ഓർഡർ ഓഫ് ഡ്രോ ഫോർ പ്ലാസ്റ്റിക് വാക്വം ട്യൂബ്സ്. അപ്പോൾ അങ്ങനെയുള്ളതിൻ്റെ നമ്പർ, ഓർഡർ ഓഫ് യൂസ്, അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ട്യൂബ് അല്ലെങ്കിൽ യൂഷ്വൽ കളർ, ആൻറ്റി കൊയാഗുലൻ്റ്, മോഡ് ഓഫ് ആക്ഷൻ, യൂസസ് അതടങ്ങിയിട്ടുള്ള ഒരു ടേബിളാണിത്. നെക്സ്റ്റ് പറയുന്നത് ആൻറ്റി കൊയാഗുലൻ്റ് യൂസ്ഡ് ഇൻ ഹെമറ്റോളജിയാണ്. അപ്പോൾ ഈ ഹെമറ്റോളജിയിൽ യൂസ് ചെയ്യുന്ന ആൻറ്റി കൊയാഗുലൻസ് ആണ് EDTA, എഥിലിൻ, ഡയാമിൻ, ടെട്രാ അസറ്റിക് ആസിഡ്, ദെൻ സെക്കൻഡ് വൺ സോഡിയം സിട്രേറ്റ് ആൻഡ് തേർഡ് വൺ ഹെപ്പാരിൻ. ഇനി നമുക്ക് EDTA കുറിച്ചിട്ട് നോക്കാം. EDTA ഈസ് യൂസ്ഡ് ഫോർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്സ്. കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്സിന് വേണ്ടിയിട്ടാണ് EDTA യൂസ് ചെയ്യുന്നത്. EDTA എന്ന് പറയുന്നത് വേഴ്സൈൻസ് എന്നും അറിയപ്പെടുന്നുണ്ട്. സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും സോൾട്ട് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഡൈ പൊട്ടാസ്യം സോൾട്ടാണ് കുറച്ചും കൂടി പ്രിഫേർഡ് ആയിട്ടിരിക്കുന്നത്, കാരണം അത് കുറച്ചും കൂടിയും സോല്യൂബിൾ ആയിരിക്കും. ഡൈ ലിഥിയം സോൾട്ടും യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ലൈക്ക് ദ ഡൈ സോഡിയം സോൾട്ട് ഈസ് ലെസ് സോല്യൂബിൾ ആയിരിക്കും. ഡൈ പൊട്ടാസ്യം സാൾട്ട് യൂസ് ചെയ്യുന്നത് ഇൻ സോളിഡ് ഫോമിലായിരിക്കും. സോളിഡ് ഫോമിലാണ്. ദ ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഹെമറ്റോളജി റെക്കമെൻഡ്സ് ദ യൂസ് ഓഫ് ഡൈ പൊട്ടാസ്യം സാൾട്ട് അറ്റ് ദ കോൺസെൻട്രേഷൻ ഓഫ്, അതായത് ഇൻ്റർനാഷണൽ കൗൺസിൽ ഫോർ സ്റ്റാൻഡർഡൈസേഷൻ ഇൻ ഹെമറ്റോളജി അവർ റെക്കമെൻഡ് ചെയ്തിട്ടുള്ള ഈ ഒരു ഡൈ പൊട്ടാസ്യം സോൾട്ടിൻ്റെ കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത് 1.50 പ്ലസ് ഓർ മൈനസ് 0.25 mg/ml ഓഫ് ബ്ലഡ്. അതാണ് ഇവർ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. കോട്ടിംഗ് ദ ഇൻസൈഡ് ഓഫ് ബ്ലഡ് കളക്ഷൻ വയർ വിത്ത് തിൻ ലെയർ ഓഫ് EDTA ഇംപ്രൂവ്സ് ദ സ്പീഡ് ഓഫ് അപ്ടേക്ക് ബൈ ബ്ലഡ്. ഇറ്റ് എക്സേർട്ട് ഇറ്റ്സ് ആക്ഷൻ ബൈ റിമൂവിങ് കാൽസ്യം. കാൽസ്യത്തിനെ റിമൂവ് ചെയ്തുകൊണ്ട്, വിച്ച് ഈസ് എസെൻഷ്യൽ ഫോർ കൊയാഗുലേഷൻ. അപ്പോൾ കൊയാഗുലേഷന് കൂടുതലായിട്ടും എസെൻഷ്യൽ ആയിട്ടുള്ള ഒന്നാണ് കാൽസ്യം. അപ്പോൾ അതിനെ അവിടെ റിമൂവ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇഫ് EDTA ഈസ് യൂസ്ഡ് ഇൻ എക്സസ് ആയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് കോസസ് ഷ്രിങ്കേജ് ഓഫ് റെഡ് ബ്ലഡ് സെൽസ് ആൻഡ് ല്യൂക്കോസൈഡ്സിൻ്റെയും റെഡ് സെൽസിൻ്റെയും ഷ്രിങ്കേജിന് അത് കാരണമാക്കുന്നു. എ സിഗ്നിഫിക്കൻറ്റ് ഡിക്രീസ് ഇൻ ഹെമറ്റോക്രൈറ്റ് ആൻഡ് ഇൻക്രീസ് ഇൻ MCHC ഓൾസോ ഒക്കർ. Platelet swell and disintegrate, causing false high count. And it is thus important to add the correct amount of blood to the vial. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കറക്റ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് ആഡ് ചെയ്യുക എന്നുള്ളത്. നെക്സ്റ്റ് വരുന്നതാണ് ട്രൈസോഡിയം സിട്രേറ്റ്. അപ്പോൾ ട്രൈസോഡിയം സിട്രേറ്റിനെ കുറിച്ച് നോക്കാം. ഈ ഒരു ട്രൈസോഡിയം സിട്രേറ്റ് എന്ന് പറയുന്നത് കൊയാഗുലേഷൻ സ്റ്റഡീസിൽ യൂസ് ചെയ്യുന്നുണ്ട്. ഇൻ ദ റേഷ്യോ ഓഫ്, അവിടെ യൂസ് ചെയ്യുന്ന റേഷ്യോ 9 വോളിയം ഓഫ് ബ്ലഡ് ടു 1 വോളിയം ഓഫ് ആൻറ്റി കൊയാഗുലൻറ്റ്, 32 gram per ലിറ്റർ. അതായത് 0.5 ml സിട്രേറ്റും പ്ലസ് 4.5 ml ബ്ലഡ്. ഇത് ബൈൻഡ്സ് കാൽസ്യം, അത് കാൽസ്യത്തിനെ ബൈൻഡ് ചെയ്യുന്നു. അങ്ങനെ കൊയാഗുലേഷനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു. It can also be used for estimation of ESR. ESRൻ്റെ എസ്റ്റിമേഷന് ഇത് യൂസ് ചെയ്യുന്നുണ്ട് ബൈ വെസ്റ്റർഗൺ മെത്തേഡ് ഇൻ ദ റേഷ്യോ ഓഫ് 4 വോളിയം ഓഫ് ബ്ലഡ് ടു 1 വോളിയം ഓഫ് സിട്രേറ്റ്. നെക്സ്റ്റ് വരുന്നതാണ് ഹെപ്പാരിൻ. അപ്പോൾ ഹെപ്പാരിനിൽ പറയുന്നത് ദ സോഡിയം ഓർ ലിഥിയം സോൾട്ട് ഓഫ് ഹെപ്പാരിൻ ഈസ് യൂസ്ഡ് അറ്റ് ദ കോൺസെൻട്രേഷൻ. അപ്പോൾ ഈ ഹെപ്പാരിൻ്റെ ലിഥിയം സോൾട്ട് അല്ലെങ്കിൽ സോഡിയം സോൾട്ട് യൂസ് ചെയ്യുന്ന കോൺസെൻട്രേഷനാണ് 10 to 20 IU/ml ഓഫ് ബ്ലഡ് ഫോർ ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി ആൻഡ് ഫോർ റെഡ് സെൽസ് എൻസൈം സ്റ്റഡീസ് ലൈക്ക് ഗ്ലൂക്കോസ് 6-phosphate dehydrogenase. It does not change red cell size. ഇത് ഒരിക്കലും റെഡ് സെൽസിൻ്റെ സൈസിനെ അത് ചേഞ്ച് ചെയ്യുന്നില്ല.
ആൻഡ് ഈസ് ദ ബെസ്റ്റ് ആൻറ്റികോയാഗുലൻറ്റ് ഫോർ ഓസ്മോട്ടിക് ഫ്രജൈലിറ്റി. ഓസ്മോട്ടിക് ഫ്രജൈലിറ്റിക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ബെസ്റ്റ് ആയിട്ടുള്ളൊരു ആൻറ്റികോയാഗുലൻ്റ് ആണ് ഇത്. ഇത് കൂടാതെ ഇത് ഇമ്മ്യൂണോ ഫീനോ ടൈപ്പിങ്ങിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിൻ ഈസ് നോട്ട് സ്യൂട്ടബിൾ ഫോർ കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്സ്. അപ്പോൾ ഹെപ്പാരിൻ നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട്സിന് ഇത് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്നല്ല. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത് EDTA ആണ്. അതിന് കാരണമായിട്ട് വരുന്നത് ഇറ്റ് ഇൻഡ്യൂസ് പ്ലേറ്റ്ലെറ്റ് ആൻഡ് ലൂക്കോസൈറ്റ് ക്ലംബിങ്. അപ്പോൾ പ്ലേറ്റ്ലെറ്റിൻ്റെയും ലൂക്കോസൈറ്റിൻ്റെയും ക്ലംബിങ്ങിനെ അത് ഇൻഡ്യൂസ് ചെയ്യുന്നു. ഇറ്റ് ഷുഡ് ഓൾസോ നോട്ട് ബി യൂസ്ഡ് ഫോർ മേക്കിംഗ് പെരിഫറൽ സ്മിയേഴ്സ്. അതുകൂടാതെ ഇത് ഈ ഒരു ഹെപ്പാരിൻ എന്ന് പറയുന്നത് പെരിഫറൽ സ്മിയേഴ്സ് പ്രിപ്പയർ ചെയ്യുന്നതിലും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. ആസ് ഇറ്റ് ഗീവ്സ് എ ഫെയിൻറ്റ് ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളർ. എന്താ ചെയ്യുന്നത്, ഇത് നമ്മൾ സ്റ്റെയിനിങ്ങിന് ശേഷം ഒരു ഫെയിൻറ്റ് ആയിട്ടുള്ള ബ്ലൂ ബാക്ക്ഗ്രൗണ്ട് കളറ് ഇത് കൊടുക്കുന്നുണ്ട്, ഈ ഒരു സ്മിയറിന് കൊടുക്കുന്നുണ്ട് ബൈ ഒമനോസ്കി ഡൈസ്. ഹെപ്പാരിൻ എന്ന് പറയുന്നത് ഒരു നാച്ചുറൽ ആൻറ്റികോയാഗുലൻ്റ് ആണ്. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ടൈപ്സ് ഓഫ് സാമ്പിൾ കളക്റ്റഡ് ഫോർ ഹെമറ്റോളജിക്കൽ ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഫസ്റ്റ് പറയുന്നത് വോൾ ബ്ലഡ്. ഈ വോൾ ബ്ലഡിന് നമുക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ പെർഫോമിങ് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് ഇൻക്ലൂഡിങ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ട് ആൻഡ് ഫോർ മേക്കിംഗ് പെരിഫറൽ ബ്ലഡ് ഫിലിം. ഈ വോൾ ബ്ലഡ് എന്ന് പറയുന്നത് നമുക്ക് കംപ്ലീറ്റ് ബ്ലഡ് കൗണ്ട് അത് പെർഫോം ചെയ്യാൻ നമുക്ക് യൂസ് ചെയ്യാം. അതിൽ വരുന്നതാണ് റെറ്റിക്കുലോസൈറ്റ് കൗണ്ടും അതുപോലെ തന്നെ നമുക്ക് പെരിഫറൽ ബ്ലഡ് ഫിലിംസൊക്കെ മേക്ക് ചെയ്യാനായിട്ട് യൂസ് ചെയ്യാവുന്നതാണ്. നെക്സ്റ്റ് വരുന്നതാണ് സെറം. ഈ ഒരു ബ്ലഡ് ഈസ് അലൗഡ് ടു ക്ലോട്ട് അറ്റ് റൂം ടെമ്പറേച്ചർ. എ സ്ട്രോ കളേർഡ് ഫ്ലൂയിഡ് അപ്പിയേഴ്സ് വിച്ച് ഈസ് കോൾഡ് സെറം. നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഈ ഒരു ബ്ലഡിനെ ക്ലോട്ട് ആവാനായിട്ട് അനുവദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ട്രോ കളേർഡ് ആയിട്ടുള്ള ഒരു ഫ്ലൂയിഡ് അപ്പിയർ ചെയ്യുന്നുണ്ട്, അതാണ് സെറം എന്ന് പറയുന്നത്. ദിസ് മേ ബി admixed with red cells which can removed by centrifugation at 1-200 gram for 10 minutes. ഇത് പലതരത്തിലുള്ള ബയോകെമിക്കൽ ടെസ്റ്റുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ആൻഡ് ഓൾസോ സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ടു ഡയഗ്നോസ് പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സ് സച്ച് ആസ് മൾട്ടിപ്പിൾ മയോലോമ. അതായത് ഇത് കൂടാതെ അപ്പോൾ നമ്മൾ പറഞ്ഞു ബയോകെമിക്കൽ ടെസ്റ്റുകൾക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ആൻഡ് ഓൾസോ സെറം പ്രോട്ടീൻ ഇലക്ട്രോഫോറസിസ് ഈ ഒരു പ്രോസസ്സിനും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ടു ഡയഗ്നോസ് പ്ലാസ്മ സെൽ ഡിസോർഡേഴ്സ് ഡയഗ്നോസ് ചെയ്യാനായിട്ട് സച്ച് ആസ് മൾട്ടിപ്പിൾ മയോലോമ. ദെൻ സെറം ലാക്സ് കൊയാഗുലേഷൻ ഫാക്ടേഴ്സ്. ഈ സെറത്തിൽ കൊയാഗുലേഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കില്ല. ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലാസ്മയാണ്. അപ്പോൾ പ്ലാസ്മ എന്ന് പറഞ്ഞാൽ ഈസ് ഒബ്റ്റൈൻഡ് ബൈ സെൻട്രിഫ്യൂഗേഷൻ ഓഫ് ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡ്. ഈ ആൻറ്റികോയാഗുലേറ്റഡ് ബ്ലഡിൻ്റെ സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോഴാണ് നമുക്ക് പ്ലാസ്മ കിട്ടുന്നത്. ഇത് എന്തിനു വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്, കൊയാഗുലേഷൻ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്ലാസ്മ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ബ്ലഡ് സെൽസ്. നമ്മൾ ലീഷ്മാൻ സ്റ്റെയിനിങ് പ്രൊസീജിയറും അതുപോലെ അതിൻ്റെ ഐഡൻറ്റിഫിക്കേഷനും പിന്നെ ബ്ലഡ് സെൽ ടൈപ്സ്, RBC WBC പ്ലേറ്റ്ലെറ്റ് അതിൻ്റെ ഐഡൻറ്റിഫൈയിങ് ക്യാരക്ടേഴ്സും അതുപോലെ തന്നെ നോർമൽ റേഞ്ചും ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. And thank you for watching.